Hello all. Welcome to News in 360 Degree by Civils 360 IAS Academy. ഇന്നത്തെ എഡിറ്റോറിയൽ പേജിൽ സെക്സ് വർക്കേഴ്സിന്റെ മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഡീൽ ചെയ്യാനായിട്ട് ആഡിക്വേറ്റ് പ്രൊവിഷൻസ് ഇല്ലാത്തതിനെ പറ്റിയിട്ടുള്ള ഒരു ന്യൂസ് ആണ്. സോ സൊസൈറ്റി പെർസ്പെക്റ്റീവിലൊക്കെ ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ആക്സസ് ആണ് സെക്സ് വർക്കേഴ്സിനെ സംബന്ധിച്ചിടത്തോളം മെന്റൽ ഹെൽത്ത് സർവീസസിനോടുള്ളത്. പിന്നെ സെക്സ് വർക്കേഴ്സിന്റെ മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് സ്റ്റെം ഫ്രം വേരിയസ് ഫാക്ടേഴ്സ്: വയലൻസ്, എക്സ്പ്ലോയിറ്റേഷൻ, സൊസൈറ്റൽ സ്റ്റിഗ്മ. ഈ സെക്സ് വർക്കിനോടുള്ള സൊസൈറ്റൽ സ്റ്റിഗ്മ കാരണം തന്നെ പലപ്പോഴും സോഷ്യലി ഐസൊലേറ്റ് ചെയ്യപ്പെടാറുണ്ട്, ഓസ്ട്രസൈസ് ചെയ്യപ്പെടാറുണ്ട് സെക്സ് വർക്കേഴ്സ്. ഈ സോഷ്യൽ ഐസൊലേഷനും എക്സ്ക്ലൂഷനും ഒക്കെ എന്താണ്, എക്കണോമിക് പ്രഷേഴ്സ്, ഫൈനാൻഷ്യൽ കൺസ്ട്രെയിൻസും ഒക്കെ കൂടി കമ്പൈൻഡ് ആകുമ്പോൾ പലപ്പോഴും സബ്സ്റ്റൻസ് അബ്യൂസിലേക്കൊക്കെ സെക്സ് വർക്കേഴ്സ് തിരിയാറുണ്ട്. ഒരു കോപ്പിംഗ് മെക്കാനിസം എന്നോണം ഈ മെന്റൽ ഹെൽത്ത് ഇഷ്യൂസിനെ ഡീൽ ചെയ്യാനായിട്ട്. വെൽഫെയർ പോളിസീസ് പലപ്പോഴും എന്താണ്, കുറച്ചുകൂടി ഫിസിക്കൽ ഹെൽത്ത് അല്ലെങ്കിൽ ഇപ്പം HIV പ്രിവെൻഷൻ പോലുള്ള മെഷേഴ്സ് ആയിട്ടാണ് എയിംഡ് ആയിട്ടുള്ളത്. സ്പെസിഫിക് ആയിട്ടുള്ള ഇന്റർവെൻഷൻസ്, സെക്സ് വർക്കേഴ്സിന് വേണ്ടിയിട്ടുള്ള സ്പെസിഫിക് മെന്റൽ ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യാനുള്ള ഇന്റർവെൻഷൻസ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. സോ ആ രീതിക്ക് പോളിസി ഫ്രെയിം ചെയ്യണം എന്നുള്ള അഡ്വക്കേറ്റ് ചെയ്യുന്ന ഒരു ആർട്ടിക്കിൾ ആണ്. അപ്പോ ടാർഗറ്റഡ് സ്പെസിഫിക് ഇന്റർവെൻഷൻസ് വേണം. അതിന് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് സോനാഗച്ചി, കൊൽക്കട്ടയിലെ റെഡ് ലൈറ്റ് ഏരിയ ആണ്. ഏഷ്യയിലെ തന്നെ വൺ ഓഫ് ദ ലാർജസ്റ്റ് റെഡ് ലൈറ്റ് ഏരിയ ആണ് സോനാഗച്ചി. നമ്മുടെ കാൽക്കട്ട ന്യൂസ് സിനിമയിലൊക്കെ ഉള്ള ഏരിയ സോനാഗച്ചിയാണ്. സോ അവിടെ ഒരു മെന്റൽ ഹെൽത്ത് ഡേറ്റാബേസ് പ്രോജക്റ്റ് ഉണ്ട് വിച്ച് എംഫസൈസസ് ഓൺ ഡേറ്റ ഡ്രിവൺ സൊല്യൂഷൻസ്. അതായത് യുണീക്ക് ആയിട്ട് സെക്സ് വർക്കേഴ്സിന് വേണ്ടിയിട്ടുള്ള യുണീക്ക് ആയിട്ടുള്ള എന്തൊക്കെയാണ് അവരുടെ നീഡ് ബേസ്ഡ് ആയിട്ടുള്ള മെന്റൽ ഹെൽത്ത് കെയർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഡേറ്റാബേസ് പ്രോജക്റ്റ് ഉണ്ട് സോനാഗച്ചിയിൽ. അതുപോലത്തെ പ്രോജക്ട്സ് വേണം എന്നാണ് ഈ ആർട്ടിക്കിൾ പറയുന്നത്. പിന്നെ കാർബൺ ബോർഡർ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം, യൂറോപ്യൻ യൂണിയന്റെ കാർബൺ ബോർഡർ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസത്തിന് ഇന്ത്യ എന്തൊക്കെ പ്രപ്പോസൽസ് വേണം COP29 മുന്നോട്ട് വെക്കാൻ എന്നുള്ള ന്യൂസ് ആണ്. കഴിഞ്ഞ ദിവസം ന്യൂസിലുണ്ടായിരുന്നു, ഇന്ത്യ പേരെടുക്കാണ്ട് തന്നെ ഇതുപോലത്തെ ഡിസ്ക്രിമിനേറ്ററി ടാരിഫ് മെഷേഴ്സിനെ, ഈ കാർബൺ ബോർഡർ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം പോലുള്ള ടാരിഫ് മെഷേഴ്സിനെ ഇന്ത്യ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു COP-ല്. അപ്പോ അതിന്റെ കോണ്ടെക്സ്റ്റിൽ എന്തൊക്കെ ആർഗ്യുമെന്റ്സ് ആണ്, പോസിബിൾ ഓൾട്ടർനേറ്റീവ്സ് ആണ് ഇന്ത്യ സജസ്റ്റ് ചെയ്യേണ്ടത് എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ ആണ്. കാർബൺ ബോർഡർ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം ഇതൊരു ടാക്സ് ആണ്. യൂറോപ്യൻ യൂണിയനിലേക്കുള്ള ഇമ്പോർട്ടുകൾ അവരുടെ കാർബൺ എമിഷൻസിന്റെ കണ്ടന്റിന്റെ പുറത്ത് ചുമത്തപ്പെടുന്ന ടാക്സ് ആണ്. ഇറ്റ് ടാക്സസ് ഇമ്പോർട്ട്സ് ലൈക്ക് അയൺ, സ്റ്റീൽ, സിമെന്റ്, അലുമിനിയം ആൻഡ് ഫെർട്ടിലൈസേഴ്സ് ബേസ്ഡ് ഓൺ ദ കാർബൺ എമിഷൻസ് യൂസ്ഡ് ഇൻ ദെയർ പ്രൊഡക്ഷൻ. ഇതില് പ്രധാന കാരണം എന്ന് പറയുന്നത്, ഇപ്പൊ ഇങ്ങനെ ടാക്സ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ യൂറോപ്പിലെ ഈ സ്റ്റീലൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനീസ് ദേ വിൽ ബി ടാക്സ്ഡ് ആസ് എ പാർട്ട് ഓഫ് യൂറോപ്സ് എന്താണ് ക്ലൈമറ്റ് ചേഞ്ചിന് എഗൻസ്റ്റ് യൂറോപ്യൻ യൂണിയൻ എടുക്കുന്ന മെഷേഴ്സിന്റെ ഭാഗമായിട്ട് അവർ ടാക്സ് ചെയ്യപ്പെടുമ്പോൾ ഈ ഡൊമസ്റ്റിക് ആയിട്ടുള്ള സ്റ്റീൽ പ്രൊഡ്യൂസേഴ്സിനൊക്കെ എന്താണ് അവരുടെ പ്രോഡക്ട്സ് ഭയങ്കരമായിട്ട് കോസ്റ്റ്ലി ആയി പോകും. സോ അത് ബാലൻസ് ചെയ്യാൻ അപ്പൊ ഈ പ്രൊഡ്യൂസേഴ്സ് എന്താണ്, ദി മൈറ്റ് ഷിഫ്റ്റ് ദെയർ ബേസ് ഫ്രം യൂറോപ്പ് ടു ഔട്ട്സൈഡ്. അപ്പൊ അത് തടയാനായിട്ട് ഒരു പ്രൊട്ടക്ഷനിസ്റ്റ് മെഷർ എന്നോണമാണ് ഇന്ത്യയൊക്കെ ഈ കാർബൺ ബോർഡർ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസത്തെ കാണുന്നത്. സോ ഇറ്റ്സ് എ പാർട്ട് ഓഫ് Fit for 55 in 2030 package aimed at reducing greenhouse gas emissions in European Union by 55% by 2030 compared to 1990 levels. അതായത് യൂറോപ്യൻ യൂണിയന്റെ ഒരു യൂറോപ്പ് ക്ലൈമറ്റ് ലോ പ്രകാരം 2030 ആകുമ്പോഴത്തേക്കും 1990 ലെവൽസിനോട് കമ്പയർ ചെയ്യുമ്പോൾ 55% അവരുടെ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ്, CO2 പോലുള്ള ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ് കുറയ്ക്കണം എന്നൊരു ടാർഗറ്റ് അവർക്കുണ്ട് ബൈ 2030. സോ ഫിറ്റ് ഫോർ 55 in 2030 എന്നാണ് ആ പാക്കേജിന്റെ പേര്. അതിന്റെ ഭാഗമായിട്ട് കൊണ്ടുവന്ന ഒരു മെക്കാനിസം ആണ് ഈ കാർബൺ ബോർഡർ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം. അപ്പൊ നമ്മുടെ എക്കണോമിക് സർവേയിൽ ഇതിനെ പ്രൊട്ടക്ഷനിസ്റ്റ് മെഷർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇങ്ങനത്തെ പ്രൊട്ടക്ഷനിസ്റ്റ് മെഷേഴ്സ് ശരിക്കും ഡെവലപ്പിംഗ് കൺട്രീസിന്റെ ഇടയ്ക്ക് ഒരു ഇഷ്യൂ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് ക്ലൈമറ്റ് ചേഞ്ച് കോഓപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം. യൂറോപ്യൻ യൂണിയൻ പറയുന്നത് ഇതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്, ഒന്ന് ഈ കാർബൺ ഇന്റൻസീവ് ആയിട്ടുള്ള ഇമ്പോർട്ട്സ്, കാർബൺ എമിഷൻസ് ഭയങ്കരമായിട്ട് ഉണ്ടാക്കുന്ന ഇമ്പോർട്ട്സ് ക്ലൈമറ്റ് ഒബ്ജക്റ്റീവ്സിനെ അണ്ടർമൈൻ ചെയ്യുന്നത് തടയുക. രണ്ട്, ക്ലീനർ പ്രൊഡക്ഷൻ ഗ്ലോബലി എൻകറേജ് ചെയ്യുക. ഈ
ടാക്സ് കൂട്ടുമ്പോഴത്തേക്കും എന്താണ് ഓട്ടോമാറ്റിക്കലി എക്സ്പോർട്ട് ചെയ്യുന്ന കൺട്രീസ്, യൂറോപ്യൻ യൂണിയനിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന കൺട്രീസും അവരുടെ പ്രൊഡക്ഷൻ കുറച്ചുകൂടി ക്ലീനർ പ്രൊഡക്ഷനിലേക്ക് നീങ്ങാൻ ഒരു ഇംപീറ്റസ് ആകും. പിന്നെ കാർബൺ ലീക്കേജ് പ്രിവെന്റ് ചെയ്യുക. കാർബൺ ലീക്കേജ് എന്ന് പറയുന്നത് കാർബൺ ടാക്സ് ഒരു കൺട്രിയിൽ കൂടുതലാണെങ്കിൽ ആ ടാക്സ് അടയ്ക്കാണ്ടിരിക്കാൻ കാർബൺ ടാക്സ് കുറവുള്ള കൺട്രികളിലേക്ക് ഈ പ്രൊഡക്ഷൻ ബേസ് ഷിഫ്റ്റ് ചെയ്യും കമ്പനീസ്. എന്നിട്ട് അവിടുന്ന് പ്രൊഡ്യൂസ് ചെയ്ത ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യും. സോ ആ പറയുന്ന കാർബൺ ലീക്കേജ് തടയാൻ വേണ്ടിയിട്ടും കൂടിയാണ് EU ഇത് കൊണ്ടുവന്നിട്ടുള്ളതെന്നാണ് പറയുന്നത്. പിന്നെ ഈ ടാക്സ് കാർബൺ ബോർഡർ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം ഒരു ടാക്സ് ആണല്ലോ. അപ്പൊ ഇത് ചുമത്തപ്പെടുമ്പോൾ കിട്ടുന്ന റവന്യൂ അത് EUവിന്റെ ക്ലൈമറ്റ് പോളിസീസിനെയും ഗ്രീൻ എനർജി ഫണ്ടിങ്ങിന് ഒരു മോഡലായിട്ട് സെർവ് ചെയ്യാനും ആ കിട്ടുന്ന ടാക്സ് കൊണ്ട് EUവിന്റെ ക്ലൈമറ്റ് പോളിസീസിനെ ഫണ്ട് ചെയ്യാനും ഒക്കെയാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇന്ത്യയുടെ നിലപാടെന്ന് പറയുന്നത് ഇന്ത്യ will be one among the top 8 countries that will be affected. കാരണം നമ്മൾ യൂറോപ്യൻ യൂണിയനിലേക്ക് അയണും സ്റ്റീൽ പ്രോഡക്ട്സും ഒക്കെ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിനെ ഡിസ്ക്രിമിനേറ്ററി എന്നാണ് ഇന്ത്യ പറഞ്ഞിട്ടുള്ളത്. കാരണം ഡെവലപ്പിംഗ് കൺട്രീസ് യൂറോപ്യൻ യൂണിയനിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന ഡെവലപ്പിംഗ് കൺട്രീസിന് ടാക്സ് കൂടുതൽ ചുമത്തപ്പെടുമ്പോൾ എന്താണ് ക്ലൈമറ്റ് ചേഞ്ചിന്റെ ബർഡൻ അൺഫെയർലി ഈ പറയുന്ന ഡെവലപ്പിംഗ് കൺട്രീസിലേക്ക് ഷിഫ്റ്റ് ആവും എന്നാണ് ഇന്ത്യ പറയുന്നത്. ഇന്ത്യ ഇത് റീസെന്റ് ആയിട്ടുള്ള COP കോൺഫറൻസസിലൊക്കെ കഴിഞ്ഞ ദിവസം ഇത് റേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ ഒരു കോർഡിനേറ്റഡ് റെസ്പോൺസ് ഡെവലപ്പിംഗ് കൺട്രീസിന്റെ ഭാഗത്ത് നിന്ന് വേണം ഇതിനെതിരെ എന്നാണ് ഇന്ത്യ ആവശ്യപ്പെടുന്നത്. മാത്രമല്ല ഇത് കോമൺ ബട്ട് ഡിഫറൻഷിയേറ്റഡ് റെസ്പോൺസിബിലിറ്റീസ് ക്ലൈമറ്റ് ജസ്റ്റിസിന്റെ പ്രിൻസിപ്പിൾസിനും എതിരാണ് ഈ CBAM എന്നാണ് ഇന്ത്യ പറയുന്നത്. പിന്നെ ആർട്ടിക്കിളിൽ ഇതിന് സൊല്യൂഷൻസ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് ഒന്ന് ഇക്വിറ്റി ബേസ്ഡ് അക്കൗണ്ടിങ് ഓഫ് നാഷണലി ഡിറ്റർമിൻഡ് കോൺട്രിബ്യൂഷൻസ്. പാരീസ് ട്രീറ്റിക്ക് കീഴിലുള്ള നാഷണലി ഡിറ്റർമിൻഡ് കോൺട്രിബ്യൂഷൻസിനെ എന്താണ് ഇക്വിറ്റി ബേസ്ഡ് അക്കൗണ്ടിങ് നടത്തണം എന്നാണ് ഇന്ത്യ ഒരു പോസിബിൾ സൊല്യൂഷൻ ആയിട്ട് ഈ ആർട്ടിക്കിൾ പറഞ്ഞിട്ടുള്ളത്. ഇക്വിറ്റി ബേസ്ഡ് അക്കൗണ്ടിങ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഇക്വിറ്റബിൾ ആയിട്ട് ഈ പറയുന്ന ടാക്സ് മറ്റു ചില ഫാക്ടേഴ്സും കൂടി കണക്കിലെടുത്ത് വേണം ഈ രീതിക്കുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം കൊണ്ടുവരാൻ. മറ്റു ചില ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഒരു ഫോർമുല കാൽക്കുലേറ്റ് ചെയ്യണം based on imports from EU which consist of factors such as relative per capita GDP. എവിടെ നിന്നാണോ എക്സ്പോർട്ട് ചെയ്യുന്ന ആ കൺട്രിയുടെ റിലേറ്റീവ് ആയിട്ടുള്ള per capita GDP, per capita emissions പോപ്പുലേഷനെ ബേസ് ചെയ്തിട്ട് എത്രത്തോളം എമിറ്റ് ചെയ്യുന്നുണ്ട്, പിന്നെ റിലേറ്റീവ് ഗെയിൻസ് ഫ്രം ട്രേഡ് ഈ ഗെയിൻ കൊണ്ട് ഈ ട്രേഡ് കൊണ്ട് എന്തൊക്കെയാണ് റിലേറ്റീവ് ഗെയിൻ ആ കൺട്രീന് ഉണ്ടാവാൻ പോകുന്നത്, ആൻഡ് റിലേറ്റീവ് അവോയ്ഡഡ് എമിഷൻസ് എത്ര എമിഷൻസ് അവോയ്ഡ് ചെയ്തിട്ടുണ്ട് റിലേറ്റീവ്ലി ത്രൂ ട്രേഡ്. ഇത്രയും കാര്യങ്ങളൊക്കെ കൂടി ഫാക്ടർ ഇൻ ചെയ്തുകൊണ്ട് വേണം ഇങ്ങനത്തെ ഒരു കാർബൺ ബോർഡർ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം കൊണ്ടുവരേണ്ടത്. ഇതൊരു പോസിബിൾ സൊല്യൂഷൻ ആയിട്ട് നമുക്ക് ഓഫർ ചെയ്യാം, ഇന്ത്യക്ക് ഓഫർ ചെയ്യാം അറ്റ് COP എന്നാണ് ഒരു സജഷൻ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഒരു സജഷൻ പറഞ്ഞിട്ടുള്ളത് ഈ CBAM-ന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനുള്ള ടൈം ഇത് ജാനുവരി 2026 ആകുമ്പോഴത്തേക്കും ഇത് ഇറ്റ് വിൽ ബിക്കം ഓപ്പറേഷണലൈസ് ചെയ്യാൻ പോവാണ്. അപ്പൊ ഡെവലപ്പിംഗ് കൺട്രീസിന് അത്രയും പെട്ടെന്ന് ഒരു ക്ലീൻ എനർജിയിലേക്കുള്ള ഒരു സ്വിച്ച് നടത്തുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. സോ കുറച്ചുകൂടി ടൈം ഫ്രെയിം എക്സ്റ്റെൻഡ് ചെയ്യാം എന്നുള്ളതാണ് ഡെവലപ്പിംഗ് കൺട്രീസിന് വേണ്ടിയിട്ട്. പിന്നെ EU ഈ പറയുന്ന റവന്യൂ CBAM കൊണ്ട് കിട്ടുന്ന റവന്യൂസ് EU എന്താണ് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, മറ്റേ ഡെവലപ്പിംഗ് കൺട്രീസിന് വേണ്ടിയിട്ട് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ടാക്കണം. സോ ദാറ്റ് ഈ പറയുന്ന ഡെവലപ്പിംഗ് കൺട്രി ഈ ക്ലൈമറ്റ് ഫൈനാൻസ് എന്നുള്ളത് കുറച്ചുകൂടി ഒരു ഡിസ്ട്രിബ്യൂട്ടീവ് ജസ്റ്റിസിന്റെ പെർസ്പെക്റ്റീവിൽ നിന്ന് നടത്താൻ വേണ്ടിയിട്ട് ഈ കാർബൺ ബോർഡർ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം വഴി കിട്ടുന്ന റവന്യൂസ് EU ഡെവലപ്പിംഗ് കൺട്രീസിന്റെ എന്താണ് ഒരു ക്ലീൻ എനർജി ട്രാൻസിഷൻ നടത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കണം എന്നുള്ളതും വേറൊരു സജഷൻ ആയിട്ട് പറയുന്നുണ്ട്. പിന്നെ G20 സമ്മിറ്റ് ആണ്. G20 സമ്മിറ്റിന്റെ ഔട്ട്കംസ് ഇതുവരേക്കും വന്നിട്ടില്ല. അപ്പോ ഈ സമ്മിറ്റിൽ വെച്ചിട്ട് നമ്മുടെ പ്രൈം മിനിസ്റ്റർ ബൈലാറ്ററലി ഓൺ ദ സൈഡ് ലൈൻസ് ഓഫ് ദ സമ്മിറ്റ് മറ്റ് കൺട്രീസിന്റെ റെപ്രസെന്റേറ്റീവ്സ് ഹെഡ്സിനെ മീറ്റ് ചെയ്യുന്ന പറ്റിയിട്ടുള്ള ന്യൂസ് ആണ്. ഒന്ന് ചൈനയുമായിട്ട് നമ്മള് ഫ്ലൈറ്റ്സ് റെസ്യൂം ചെയ്യുന്നതും ഇപ്പൊ ഡീഎസ്കലേഷൻ ഒക്കെ നടന്നല്ലോ, അപ്പൊ ഫ്ലൈറ്റ്സ് റെസ്യൂം ചെയ്യുന്നതും വിസ ഇഷ്യൂവൻസിനെ പറ്റിയിട്ടും ഫർദർ ഇനി എന്തൊക്കെയാണ് നമ്മുടെ ബോർഡറിൽ ചെയ്യേണ്ടത് ഉള്ളതിനെ പറ്റിയിട്ടും സംസാരിച്ചിട്ടുണ്ടെന്നുള്ള ന്യൂസ് ആണ്. പിന്നെ അതുകൂടാണ്ട് ഇറ്റലിയായിട്ട് ഡിഫൻസ് ഇൻഡസ്ട്രിയൽ റോഡ് മാപ്പ് ആൻഡ് ഫോക്കസ് ഓൺ മാരിടൈം സെക്ടർ മാരിടൈം സെക്യൂരിറ്റിയെ പറ്റിയിട്ടൊക്കെ ഇറ്റലിയുടെ പ്രൈം മിനിസ്റ്ററായ ജോർജിയ മെലോണിയുമായിട്ട് PM മോദി സംസാരിച്ചിട്ടുണ്ട്. പിന്നെ UK-യുമായിട്ടും ട്രേഡ് ടോക്സ് ബൂസ്റ്റ് ചെയ്യുന്നതിനെ പറ്റി UK-യുടെ പുതിയ PM കീർ സ്റ്റാമറുമായിട്ട് പ്രൈം മിനിസ്റ്റർ മോദി സംസാരിച്ചിട്ടുണ്ട്. ഇത്രയാണ് G20 പറ്റിയിട്ട് വന്നിട്ടുള്ള ന്യൂസ്. പിന്നെ ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ
ഇൻഷുറൻസ് ഇന്ത്യയിലെ റെഗുലേറ്റ് ചെയ്യുന്ന അപെക്സ് ബോഡിയാണ്. അപ്പൊ IRDAIയുടെ ഒരു ആപ്പിനെ പറ്റിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്, ഒരു പോർട്ടലിനെ, ഒരു വെബ് പോർട്ടലിനെ പറ്റിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ബീമ സുഗം. ബീമ ഇൻ ഹിന്ദി മീൻസ് ഇൻഷുറൻസ്, സുഗം മീൻസ് ഈസ്. സോ ബീമ സുഗം ഇതൊരു ഓൺലൈൻ ഇൻഷുറൻസ് മാർക്കറ്റ് പ്ലേസ് ആണ്. അതായത് ഇൻഷുറൻസ് പ്രോഡക്ട്സ് വാങ്ങിക്കാനും വിൽക്കാനും ഇൻഷുറൻസ് പോളിസീസിന്റെ ഈ ക്ലെയിംസ് ഒക്കെ സെറ്റിൽ ചെയ്യാനും ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ഒരു ഓൺലൈൻ ഇൻഷുറൻസ് മാർക്കറ്റ് പ്ലേസ് ആണ്. ഇറ്റ് ഇസ് ബാക്ട് ബൈ IRDAI. ഇതിപ്പോ ന്യൂസിൽ വന്നത് കഴിഞ്ഞ ദിവസം ഈ ബാങ്ക്സ് ഇൻഷുറൻസ് പ്രോഡക്ട്സിനെ ഫോഴ്സ്ഫുള്ളി സെല്ല് ചെയ്യുന്നു എന്നുള്ളത് ഒരു ഫൈനാൻസ് മിനിസ്റ്റർ പരാമർശിച്ചിട്ടുണ്ടായിരുന്നു. എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ബാങ്ക്സിൽ പോയി പേഴ്സണൽ ലോൺ ഒക്കെ എടുക്കുമ്പോൾ ബാങ്ക്സ് പലപ്പോഴും ഒരു കണ്ടീഷണാലിറ്റി എന്നോണം കസ്റ്റമേഴ്സിനെ കൊണ്ട് ഫോഴ്സ് ചെയ്യിപ്പിച്ചു. ഇപ്പൊ ബാങ്ക്സിൽ ചില ഇൻഷുറൻസ് കമ്പനീസുമായിട്ട് ടൈപ്പ് ഉണ്ടായിരിക്കും. അപ്പൊ ആ ഇൻഷുറൻസ് കമ്പനീസിന്റെ ലൈഫ് ഇൻഷുറൻസും കൂടി എടുക്കണം എന്നുള്ള രീതിക്ക് ബാങ്ക്സ് they resort to a forceful selling of insurance products along with the bank's products. പേഴ്സണൽ ലോണിനൊപ്പം ഇൻഷുറൻസ് എടുക്കണം എന്നുള്ള രീതിക്ക് ഒരു കണ്ടീഷൻസ് വെക്കാറുണ്ട്. അപ്പൊ അങ്ങനത്തെ ഫോഴ്സ് സെല്ലിംഗ് പ്രാക്ടീസസ് ശരിയല്ല എന്നുള്ള രീതിക്ക് ഫൈനാൻസ് മിനിസ്റ്റർ ഫ്ലാഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് റെസ്പോൺസ് ആയിട്ടാണ് അത് തടയാനൊക്കെ ഈ ബീമാ സുഗം എന്ന് പറയുന്ന പോർട്ടൽ ഹെൽപ്പ് ചെയ്യും എന്ന് IRDAIയുടെ ചീഫ് പറഞ്ഞിട്ടുണ്ട്. ഈ പോർട്ടല് അതായത് കസ്റ്റമേഴ്സിന് ഒരു ചോയ്സ് ആണ് ഓഫർ ചെയ്യുന്നത്. ഡിജിറ്റൽ മാർക്കറ്റ് പ്ലേസ് പോലെ, ഒരു ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോം പോലെ, ആമസോൺ പോലെ, ഫ്ലിപ്കാർട്ട് പോലെ വെക്കാൻ, എന്താണ്, സെല് ചെയ്യാനും വെക്കാനും ഉള്ളൊരു, സെല് ചെയ്യാനും ബൈ ചെയ്യാനും ഉള്ളൊരു പ്ലാറ്റ്ഫോം ആണ്. പക്ഷെ ഇൻഷുറൻസ് ആണെന്നുള്ളതാണ്. ഇൻഷുറൻസ് പ്രോഡക്ട്സ് ആണ് വാങ്ങിക്കുകയും വിൽക്കുകയും ചെയ്യുന്നത്. സോ ഇതിൽ എല്ലാ കമ്പനീസും ഉണ്ടാവും ദാറ്റ് ഓഫർ ലൈഫ് ആൻഡ് നോൺ ലൈഫ് ഇൻഷുറൻസ് പ്രോഡക്ട്സ് അണ്ടർ വൺ റൂഫ്. മാത്രമല്ല എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനും, ഇൻഷുറൻസ് ഏരിയയിലുള്ള എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ ഈ ഒരു ഒറ്റ പ്ലാറ്റ്ഫോമിൽ യൂണിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്, ഇൻക്ലൂഡിംഗ് കസ്റ്റമേഴ്സ്, ഇൻഷുറേഴ്സ്, ഇൻഷുറൻസ് ഇന്റർമീഡിയറീസ്, ഇൻഷുറൻസ് ഏജന്റ്സ്, എല്ലാരെയും ഈ ഒരു ഒറ്റ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരാൻ സാധിക്കും. അപ്പൊ ഇത് കുറച്ചുകൂടി എന്താണ്, ട്രാൻസ്പെറൻസി, എഫിഷ്യൻസി, പിന്നെ കൊളാബറേഷൻ അക്രോസ് ദ എൻറ്റയർ ഇൻഷുറൻസ് വാല്യൂ ചെയിൻ കൂട്ടാൻ ബീമാ സുഗം ആപ്പ് സഹായിക്കും. പിന്നെ ഹൈക്കോർട്ട് ഡയറക്ട്സ് SFIO not to quiz Chanda Kochar beyond office hours. ഫോമർ ICICI ബാങ്കിന്റെ ഹെഡ് ആയിരുന്നു ചന്ദ കൊച്ചാർ. അവരെ ഒരു കോർപ്പറേറ്റ് ഫ്രോഡിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാണ്, സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ്. അപ്പൊ അത് അവരെ ഓഫീസ് അവേഴ്സ്, ബിയോണ്ട് ഓഫീസ് അവേഴ്സ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യരുത് എന്ന് ഹൈക്കോർട്ട് പറഞ്ഞിട്ടുള്ള ഒരു ന്യൂസ് ആണ്. സോ എന്താണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ്? പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ ജസ്റ്റ് അറിഞ്ഞിരിക്കണം എന്താണെന്നുള്ളത്. കോർപ്പറേറ്റ് ഫ്രോഡ് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെറ്റപ്പ് ചെയ്തിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയാണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സെറ്റപ്പ് ചെയ്തൊരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയാണ്. കോർപ്പറേറ്റ് ഫ്രോഡ് ആണ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നോഡൽ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് ആണ്. ഇത് സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. കമ്പനീസ് ആക്ട് 2013 കീഴിലാണ് കോർപ്പറേറ്റ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനായിട്ട് ഈ പറയുന്ന SFIO സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. ഹെഡ്ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയിലാണ്. അതുകൂടാണ്ട് മുംബൈ, ഹൈദരാബാദ്, കൊൽക്കത്ത ഇവിടെയൊക്കെ റീജിയണൽ ഓഫീസുകൾ ഉണ്ട്. So it's a multidisciplinary organization consisting of experts in the field of accountancy, forensic auditing, law, IT, investigation, company law, capital markets and taxation, for detecting and prosecuting or recommending for prosecution white collar crimes or frauds. White collar crimes or frauds എന്ന് പറയുന്നത് generally non-violent in nature ക്രൈംസിനെയാണ് നമ്മൾ വൈറ്റ് കോളർ ക്രൈംസ് എന്ന് പറയുന്നത്. നോൺ വയലന്റും ആയിരിക്കും. ഒരു പ്രൈമറി മോട്ടീവ് എന്ന് പറയുന്നത് ഫൈനാൻഷ്യൽ ഇൻസെന്റീവ് ആയിരിക്കും അങ്ങനത്തെ ക്രൈംസിന്റെ മോട്ടീവ് എന്ന് പറയുന്നത്. യൂഷ്വലി ബിസിനസ് പ്രൊഫഷണൽസ്, കോർപ്പറേഷൻസ്, ഗവൺമെന്റ് പ്രൊഫഷണൽസ് അവരൊക്കെ കമ്മിറ്റ് ചെയ്യുന്ന ക്രൈംസിനെ, ഇപ്പൊ ഈ കറപ്ഷൻ അല്ലെങ്കിൽ പോൺസി സ്കീംസ്, അങ്ങനത്തെ ക്രൈംസ്, അതിനെ വൈറ്റ് കോളർ ക്രൈംസ് അല്ലെങ്കിൽ ഫ്രോഡ്സ്, വൈറ്റ് കോളർ ഫ്രോഡ്സ് എന്നാണ് പറയുക. പിന്നെ SFIOന്റെ വെബ്സൈറ്റിൽ നിന്ന് എടുത്ത ഒരു സ്ക്രീൻഷോട്ട് ആണ്. ഇവര് കോംപ്ലക്സ് കോർപ്പറേറ്റ് ഫ്രോഡ്സ് ആണ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത്. ആൻഡ് വാട്ട് വി ഡോണ്ട് ഡു, എന്താണ് ചെയ്യാത്തത്? വി ഡോണ്ട് ഇൻവെസ്റ്റിഗേറ്റ് ഫ്രോഡ് ഓർ ക്രിമിനൽ ചാർജസ് എഗെയിൻസ്റ്റ് എനി ടൈപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ്. ഇൻഡിവിജ്വൽസിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക, ഇൻഡിവിജ്വൽസ് മണി ലോണ്ടറിംഗ് നടത്തിയോ, ഇൻഡിവിജ്വൽസിനെ അല്ല ഇവര് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത്. കോർപ്പറേറ്റ് ഫ്രോഡ്, കോർപ്പറേറ്റ് തലത്തിൽ എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ ഫ്രോഡ് സംഭവിച്ചു എന്നുള്ളതാണ് ഇവരുടെ മാൻഡേറ്റ്. പിന്നെയുള്ളൊരു ന്യൂസ്, പുടിൻ ഈ യുക്രൈൻ വാറിന്റെ കോണ്ടെക്സ്റ്റിൽ അവരുടെ ന്യൂക്ലിയർ ഡോക്ട്രിൻ റിവൈസ് ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ റിവൈസ് ചെയ്തിട്ട് ഇവര് പറഞ്ഞേക്കുന്നതെന്ന് വെച്ചാൽ റഷ്യയുടെ പുറത്ത് ഏതെങ്കിലും മാസിവ് ഏരിയൽ അറ്റാക്ക് ഉണ്ടായാൽ അത് ന്യൂക്ലിയർ റെസ്പോൺസിന് ഇടയുണ്ടാക്കാം. അതായത് they have kind of threatened a nuclear attack against any kind of massive aerial attack.
അപ്പോ ആ ഒരു കോണ്ടെക്സ്റ്റിൽ നമ്മൾ അറിയേണ്ട ഒരു ഡോക്ട്രിൻ ഉണ്ട്, മ്യൂച്വലി അഷ്വർഡ് ഡിസ്ട്രക്ഷൻ. ഈ മ്യൂച്വലി അഷ്വർഡ് ഡിസ്ട്രക്ഷൻ മാഡ് ഡോക്ട്രിൻ എന്ന് പറയാറുണ്ട്. എന്ന് വെച്ചാല് ഈ മോസ്റ്റ് പവർഫുൾ വെപ്പൺസ് യൂസ് ചെയ്യാണ്ടിരിക്കാൻ ഉള്ളൊരു ഡിറ്ററൻസ് ഡോക്ട്രിനാണ് മ്യൂച്വലി അഷ്വർഡ് ഡിസ്ട്രക്ഷൻ. ഇത് കോൾഡ് വാറിന്റെ സമയത്ത് ഡെവലപ്പായി വന്നതാണ്. അതായത് ഇറ്റ്സ് എ പ്രിൻസിപ്പിൾ ഓഫ് ഡിറ്ററൻസ്. ഡിറ്ററൻസ് എന്ന് പറയുമ്പോൾ ടു ബി ഡിറ്റേർഡ് മീൻസ് ടു നോട്ട് ഡു സംതിങ്. It's a principle of deterrence founded on the notion that nuclear attack by one superpower would be met with an overwhelming nuclear counter attack such that both attacker and defender would be annihilated. അതായത് മ്യൂച്വലി അഷർ ചെയ്തിട്ടുണ്ട് ഡിസ്ട്രക്ഷൻ. ആരെങ്കിലും ഒരാള് ഒരു ന്യൂക്ലിയർ പവർ മറ്റൊരു ന്യൂക്ലിയർ പവറിനെ അറ്റാക്ക് ചെയ്താൽ തിരിച്ച് അതേപോലെ തന്നെ ന്യൂക്ലിയർ അറ്റാക്ക് ഉണ്ടാവും. അത് രണ്ടുപേരുടെയും ഡിസ്ട്രക്ഷനിലേക്ക് ലീഡ് ചെയ്യും എന്നൊരു അണ്ടർസ്റ്റാൻഡിങ്, അതാണ് ഈ മ്യൂച്വലി അഷ്വർഡ് ഡിസ്ട്രക്ഷൻ. അപ്പൊ ഈ മ്യൂച്വൽ അഷ്വർഡ് ഡിസ്ട്രക്ഷന്റെ ബേസിസിൽ ബോത്ത് ദ പാർട്ടീസ് വുഡ് ബി ഡിറ്റേർഡ് ഫ്രം യൂസിങ് ന്യൂക്ലിയർ പവർ അഗൈൻസ്റ്റ് ഈച്ച് അതർ. പിന്നെ അതുകൂടാണ്ട് ഇന്ത്യയുടെ ന്യൂക്ലിയർ ഡോക്ട്രിൻ എന്താണെന്ന്, ഇന്ത്യക്ക് പ്രൈമറിലി ന്യൂക്ലിയർ വെപ്പൺ യൂസിന്റെ കാര്യത്തിലുള്ളത് ഒരു നോ ഫസ്റ്റ് യൂസ് പോളിസിയാണ്. നോ ഫസ്റ്റ് യൂസ് എന്ന് പറയുമ്പോൾ റിട്ടാലിയേഷനിൽ മാത്രമേ, നമ്മൾ ഇങ്ങോട്ട് ന്യൂക്ലിയർ അറ്റാക്ക് നടത്തിയാൽ മാത്രമേ, നമ്മൾ റിട്ടാലിയേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമേ അങ്ങോട്ടേക്ക് ന്യൂക്ലിയർ വെപ്പൺ യൂസ് ചെയ്യുള്ളൂ. നമ്മളായിട്ട് ഫസ്റ്റ് യൂസ് ഉണ്ടാവില്ല. ദാറ്റ് ഇസ് ദ ബേസിസ് ഓഫ് ആർ ന്യൂക്ലിയർ ഡോക്ട്രിൻ. പിന്നെ നമ്മൾ മിനിമം ഒരു ക്രെഡിബിൾ എമൗണ്ട് ഓഫ് ന്യൂക്ലിയർ വെപ്പൺ, ഒരു ഡിറ്ററന്റ് എന്നോണം, ആരും നമ്മളെ ന്യൂക്ലിയർ അറ്റാക്ക് ചെയ്യാണ്ടിരിക്കാൻ ഡിറ്ററിംഗ് ഫാക്ടർ എന്നോണം നമ്മൾ ഒരു മിനിമം എമൗണ്ട് ഓഫ് എന്താണ് ന്യൂക്ലിയർ വെപ്പൺസ് നമ്മൾ ബിൽഡ് ചെയ്യും ആൻഡ് വിൽ മെയിൻറ്റെയിൻ ഇറ്റ്. പിന്നെ ദർ ഇസ് എ പോസ്റ്റർ ഓഫ് നോ ഫസ്റ്റ് യൂസ്, റിട്ടാലിയേഷനിൽ മാത്രമേ യൂസ് ചെയ്യുള്ളൂ. പിന്നെ ഈ പറയുന്ന നമ്മളെ ഇങ്ങോട്ട് ന്യൂക്ലിയർ അറ്റാക്ക് ചെയ്താൽ നമ്മൾ റിട്ടാലിയേറ്റ് ചെയ്യുന്നത് വിൽ ബി മാസീവ് ആൻഡ് ഡിസൈൻ ടു ഇൻഫ്ലിക്ട് അൺഅക്സെപ്റ്റബിൾ ഡാമേജ്. തിരിച്ച് പ്രത്യേകിച്ച് ഇതായൊന്നും പ്രതീക്ഷിക്കരുത്. അൺഅക്സെപ്റ്റബിൾ ഡാമേജ് ഉണ്ടാകുന്ന രീതിക്കായിരിക്കും നമ്മൾ റിട്ടാലിയേറ്റ് ചെയ്യുക. പിന്നെ ഈ ന്യൂക്ലിയർ റിട്ടാലിയേറ്ററി അറ്റാക്ക് തിരിച്ച് നമ്മൾ റിട്ടാലിയേഷൻ നമ്മൾ ന്യൂക്ലിയർ അറ്റാക്ക് നടത്തുന്നത് ഇറ്റ് വിൽ ബി ഓഥറൈസ്ഡ് ബൈ ദ സിവിലിയൻ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ്. അതായത് മിലിറ്ററി തന്നെത്താൻ എടുക്കുന്ന തീരുമാനമാവില്ല, അത് സിവിലിയൻ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ്, അതായത് നമ്മുടെ സിവിലിയൻ ഗവൺമെന്റ് ആയിരിക്കും ആ ഒരു ഡിസിഷൻ എടുക്കുക, നോട്ട് ദ മിലിറ്ററി, ത്രൂ എ ന്യൂക്ലിയർ കമാൻഡ് അതോറിറ്റി. നോൺ യൂസ് ഓഫ് ന്യൂക്ലിയർ വെപ്പൺസ് അഗൈൻസ്റ്റ് നോൺ ന്യൂക്ലിയർ വെപ്പൺ സ്റ്റേറ്റ്സ്. ന്യൂക്ലിയർ വെപ്പൺ സ്റ്റേറ്റ്സ് അല്ലാത്ത സ്റ്റേറ്റ്സിന് നമ്മൾ there will be a non use of nuclear weapons. പിന്നെ ഒരു മേജർ അറ്റാക്ക് ഇന്ത്യയുടെ പുറത്ത് ഉണ്ടാവുകയാണെങ്കിൽ or Indian forces anywhere by biological or chemical weapons, India will retain the option of retaliating with nuclear weapons. ഒരു മേജർ ബയോളജിക്കൽ ഓർ കെമിക്കൽ അറ്റാക്ക് ഓൺ ഇന്ത്യ ഓർ അഗൈൻസ്റ്റ് ഇന്ത്യൻ ഫോഴ്സസ് എനിവേർ, നമ്മൾ അപ്പോഴും ആ ഒരു ഓപ്ഷൻ കീപ്പ് ചെയ്യുന്നുണ്ട്. ന്യൂക്ലിയർ അറ്റാക്ക് നമ്മൾ നടത്തിയേക്കാം എന്നൊരു ഓപ്ഷൻ നമ്മൾ റീറ്റെയിൻ ചെയ്യുന്നുണ്ട്. And continuance of strict controls on export of nuclear and missile related materials and technologies. അങ്ങനത്തെ എക്സ്പോർട്ട്, ന്യൂക്ലിയർ വെപ്പൺസിന്റെ എക്സ്പോർട്ടിലൊക്കെ നമ്മളൊരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള റെഗുലേഷൻസ് ഉണ്ടാവും എന്നുള്ളതൊക്കെയാണ്. And there is continued commitment to a goal of nuclear weapon free world through global, verifiable and non-discriminatory nuclear disarmament. ഈ പൊതുവെ എന്താണ് ന്യൂക്ലിയർ ഡിസാർമമെന്റിന്റെ ഒരു ഗ്ലോബൽ ട്രീറ്റി എന്ന് പറയുന്നത് ന്യൂക്ലിയർ നോൺ പ്രൊളിഫറേഷൻ ട്രീറ്റിയാണ്, NPT, വിച്ച് ഇന്ത്യ ഇസ് നോട്ട് എ പാർട്ട് ഓഫ്. കാരണം ഈ NPTയുടെ പുറത്ത് ഓൾറെഡി NPT സൈൻ ചെയ്യുന്ന സമയത്ത് ന്യൂക്ലിയർ വെപ്പൺസ് ഉള്ള കൺട്രീസ് അവര് ന്യൂക്ലിയർ ഡിസാർമമെന്റിലേക്ക് അവർക്ക് റീറ്റെയിൻ ചെയ്യാം എന്നുള്ളൊരു ക്ലോസ് ആണ്. ഇനി ആരും അതിൽ ഭാഗമാകുന്ന ആരും ന്യൂക്ലിയർ പ്രൊളിഫറേഷൻ നടത്തരുത് എന്നുള്ളൊരു ട്രീറ്റിയാണ്. ഇന്ത്യ അതിനെ ഡിസ്ക്രിമിനേറ്ററി ആയിട്ടാണ് കാണുന്നത്. അതായത് ഓൾറെഡി ഉള്ള ന്യൂക്ലിയർ വെപ്പൺ സ്റ്റേറ്റ്സ് ദേ ക്യാൻ മെയിൻറ്റെയിൻ ഇറ്റ് എന്നുള്ളത് ഇന്ത്യ ഡിസ്ക്രിമിനേറ്ററി ആയിട്ട് കാണുന്നതുകൊണ്ട് തന്നെ ഇന്ത്യ ഇസ് നോട്ട് എ പാർട്ട് ഓഫ് ദിസ് ട്രീറ്റി. സോ അതുകൊണ്ടാണ് ഇന്ത്യക്ക് ഒരു ന്യൂക്ലിയർ വെപ്പൺ ഫ്രീ വേൾഡ് ഇന്ത്യയുടെ കമ്മിറ്റഡ് ഗോൾ തന്നെയാണ്. പക്ഷേ ദാറ്റ് ഷുഡ് ബി ഇൻ എ ക്രെഡിബിൾ മാനർ, ഇൻ എ നോൺ ഡിസ്ക്രിമിനേറ്ററി മാനർ. അതാണ് ഇന്ത്യയുടെ പൊസിഷൻ. പിന്നെ ബോൾട്ടിക് സീ റിലേറ്റഡ് ആയിട്ടൊരു ന്യൂസ് ആണ്. സെക്കൻഡ് ബോൾട്ടിക് സീ ടെലികോം കേബിൾ ഡാമേജ്, സെസ് സ്വീഡൻ. അതൊരു ടാർഗറ്റഡ് അറ്റാക്ക് ആയിരിക്കാം എന്ന് സ്വീഡൻ അനുമാനിക്കുന്നുണ്ട്. സോ ബോൾട്ടിക് സീ പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ ഏതൊക്കെയാണ് ബോൾട്ടിക് സീയുടെ ബോർഡറിംഗ് കൺട്രീസ് എന്ന് നമ്മൾ അറിയണം. എവിടെയാണ് ബോൾട്ടിക് സീ? നോർത്ത് അറ്റ്ലാന്റിക് സീയുടെ ഒരു ഓഷന്റെ ഒരു ഓഫ്ഷൂട്ട് ആയിട്ടാണ് ബോൾട്ടിക് സീയെ കാണുന്നത്. ഇറ്റ്സ് എ സെമി എൻക്ലോസ്ഡ് ഇൻലൻഡ് സീ ലൊക്കേറ്റഡ് ഇൻ നോർത്തേൺ യൂറോപ്പ്. സെമി ഇൻലൻഡ് സീ എന്ന് പറയുന്നത് ഇതിന് ചുറ്റും എന്താണ്, ഇറ്റ് ഇസ് സറൗണ്ടഡ് ബൈ ലാൻഡ് മാസ്, ചുറ്റും ലാൻഡ് മാസ് ഉള്ള ഒരു എൻക്ലോസ്ഡ് സീ ആണ്, സെമി എൻക്ലോസ്ഡ് ഇൻലൻഡ് സീ ആണ്. സറൗണ്ടിങ് കൺട്രീസ് ഡെൻമാർക്ക്, ജർമ്മനി, പോളണ്ട്, ലിത്വേനിയ, ലാറ്റ്വിയ, എസ്റ്റോണിയ, റഷ്യ,
ഫിൻലൻഡ് ആൻഡ് സ്വീഡൻ 9 കൺട്രീസ് ഉണ്ട്. ഇപ്പൊ റഷ്യയുടെ കാര്യം പറയുകയാണെങ്കിൽ റഷ്യയുടെ ഒരു എൻക്ലേവ്, ചെറിയൊരു എൻക്ലേവ് ഇവിടെ പോളണ്ടിനും ലിത്വേനിയക്കും ഇടയ്ക്കുണ്ട്, ഫാർ അവേ ഫ്രം ദ മെയിൻലാൻഡ് റഷ്യ. അപ്പൊ ആ റഷ്യൻ എൻക്ലേവിനും ഡയറക്റ്റ് ആക്സസ് ഉണ്ട്. പിന്നെ പ്രധാനമായും 3 ഗൾഫുകൾ ഉണ്ട് ഈ പറയുന്ന ബോൾട്ടിക് സീയില്. ഒന്ന് ഗൾഫ് ഓഫ് ബോത്നിയ ഇൻ ദ നോർത്ത്, സ്വീഡന്റെയും ഫിൻലൻഡിന്റെയും ഇടയ്ക്ക്. പിന്നെ ഗൾഫ് ഓഫ് ഫിൻലൻഡ് ഉണ്ട്, ഫിൻലൻഡിന്റെ എസ്റ്റോണിയയുടെ ഇടയ്ക്ക്. അതുകൂടാണ്ട് ലാറ്റ്വിയന്റെ അടുത്തൊരു ഗൾഫ് ഓഫ് റിഗ ഉണ്ട്, ഗൾഫ് ഓഫ് റിഗ. ഈ റിഗ എന്ന് പറയുന്ന ലാറ്റ്വിയയുടെ ക്യാപിറ്റൽ ആണ്. സോ ലാറ്റ്വിയയുടെ അടുത്ത് ഗൾഫ് ഓഫ് റിഗ. ഇതൊക്കെ ബോൾട്ടിക് സീയിലുള്ള ഗൾഫ്സ് ആണ്. പിന്നെ നമ്മൾ ജോഗ്രഫിയിൽ പഠിക്കും, ഈ എൻക്ലോസ്ഡ് സീസിന് പൊതുവെ സലൈനിറ്റി കൂടുതലാവാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ വേൾഡ് ഓഷൻസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ബോൾട്ടിക് സീയുടെ സലൈനിറ്റി, ഒരു സെമി എൻക്ലോസ്ഡ് ഇൻലൻഡ് സീ ആണെങ്കിൽ കൂടി ബോൾട്ടിക് സീയുടെ സലൈനിറ്റി എന്ന് പറയുന്നത് വേൾഡ് ഓഷൻസിന്റെ സലൈനിറ്റിയെക്കാട്ടിലും കുറവാണ്. ബ്രാക്കിഷ് ആണ്, വാട്ടർ ഇസ് ബ്രാക്കിഷ്, അതായത് സീ വാട്ടറിന്റെ അത്രയും സലൈനിറ്റി ഇല്ല, ഉപ്പ് കണ്ടന്റ് കുറവാണ്. അതിന്റെ കാരണം എന്ന് പറയുന്നത് ഫ്രഷ് വാട്ടറിന്റെ ഇൻഫ്ലോ, ഏകദേശം 250ഓളം റിവേഴ്സ് ഈ പറയുന്ന കൺട്രീസിൽ നിന്നൊക്കെ ബോൾട്ടിക് സീയിലേക്ക് ഡ്രെയിൻ ചെയ്യുന്നുണ്ട്. ഈ ഫ്രഷ് വാട്ടർ ഇൻഫ്ലോ കാരണമാണ് ഒരു സെമി എൻക്ലോസ്ഡ് സീ ആയിട്ട് കൂടി ഇതിന്റെ സലൈനിറ്റി അത്രയും കൂടുതലല്ലാത്തത്. അത്രയേ ഉള്ളൂ ഇന്നത്തെ ഇമ്പോർട്ടന്റ് ന്യൂസ്. താങ്ക് യു.